ഗുഡ് ആഫ്റ്റർനൂൺ. ഒക്ടോബർ 24ലെ നിഫ്റ്റി 50 ട്രേഡിംഗ് അനാലിസിസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ 9:15 മാർക്കറ്റ് ഓപ്പണായി. 9:15 മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ ടേബിളിൻ്റെ ഇതെന്താ റീഡിങ് എന്താ? ഇപ്പോൾ ബെയറിഷ് ആണ് മാർക്കറ്റ്. അതെങ്ങനെ മനസ്സിലായി? ട്രെൻഡ് ബെയറിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബെയറിഷ് ആണ്, POC ബെയറിഷ് ആണ്, സ്ട്രെങ്ത് വീക്ക് ആണ്, സീറ്റ നെഗറ്റീവ് ആണ്, സിഗ്മ നെഗറ്റീവ് ആണ്, വോളിയം നെഗറ്റീവ് ആണ്. വോളിയം നെഗറ്റീവ് ആണ്. അതെ. അപ്പോൾ ഇന്ന് വോളിയം ബിൽഡ് ആയിട്ടില്ല. മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ മാർക്കറ്റിൽ വോളിയം ബിൽഡ് ആയിട്ടില്ല, നെഗറ്റീവിലാണ് നിൽക്കുന്നത്. സിഗ്നലിൻ്റെ സ്ട്രെങ്ത് വീക്കാണ്, മൂന്നും റെഡ് ഡോട്ടാണ്, മൊത്തത്തിൽ ബാരിഷ് ആണ്. അതെ അതെ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ 9:17 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഇതാണ്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ് ഉള്ളത്. നമ്മളുടെ സിഗ്നൽ വരുന്നത് 9:29 അതുവരെ സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ മാർക്കറ്റ് എങ്ങോട്ടും ടേൺ ആവാം. ഇവിടെ ഇപ്പം POC ബുള്ളിഷായി, ഒന്ന് ഗ്രീനായി, സീറ്റ പ്ലസ് ആയി, പക്ഷെ വോളിയം ബിൽഡ് ചെയ്യുന്നില്ല. ഇതോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബെയറിഷ് തന്നെയാണ്. സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നലോ വീക്കാണ്. 9:29 ആവുമ്പോൾ സിഗ്നൽ വന്നു. ഏതാ സിഗ്നല്? 25900 CE ആണ്. 25900 CE ആണ് വന്നിരിക്കുന്നത് അല്ലേ? 25900 CE വന്നപ്പോൾ വോളിയം എന്താണ്? വോളിയം നെഗറ്റീവ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ എന്താണ്? ബാരിഷ് ആണ്. ഇവിടെ ഇപ്പം POC മാത്രമേ ബുള്ളിഷ് ആയിട്ടുള്ളൂ. സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ വീക്ക് തന്നെയാണ്. മാർക്കറ്റ് സൈഡ് വേസ് എന്നാ കാട്ടുന്നത്. സൈഡ് വേസ് ഉള്ള ഒരു മാർക്കറ്റിൽ സിഗ്നലിന് സ്ട്രെങ്ത് ഇല്ലാത്ത നേരത്ത് വോളിയം കൂടി ഇല്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോവും ബാരിഷ് ആണെങ്കിൽ CE ടാർഗറ്റ് എത്താനുള്ള സാധ്യത ഒരു 25-30% കുറഞ്ഞു. അതെങ്ങനെ മനസ്സിലാക്കുക? നമ്മളൊരു സിഗ്നൽ 9:29 ക്യാൻഡിൽ വന്ന് 9:30 അത് ക്ലോസ് ആയി. 9:30 ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ അടുത്ത 9:31 32 33 34 അറ്റ് ദ മാക്സിമം 35 ആ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്ന ലെവലിലേക്ക് വന്നാൽ നമുക്ക് സാധ്യത കൂടി. ഇവിടെ ഇപ്പോൾ 9:36 വരെ അത് വന്നിട്ടില്ല. 9:37 ബൈയിങ് ലെവലിലോട്ടിലേക്ക് വന്നത്. ആ നേരത്തെ വോളിയം എന്താണ്? അപ്പോഴും വോളിയം ഇല്ല. മാർക്കറ്റ് എന്താണ്? സ്ട്രെങ്ത് എന്തായി മാറി? വീക്കിന്ന് മീഡിയത്തിലേക്ക് മാറിയിട്ടുള്ളൂ, അല്ലാണ്ട് സ്ട്രെങ്ത് സ്ട്രോങ്ങിലേക്ക് വന്നിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് എന്ന് കാട്ടുന്നുണ്ട്. ഈ ഫ്ലോ ബുള്ളിഷ് വളരെ സ്ട്രോങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ വോളിയം ഉണ്ടാവുമായിരുന്നു. ഇത് ഗ്രീൻ ആവുമായിരുന്നു. സൈഡ് വേസ് ഉള്ളത് സ്ട്രോങ് ആവുമായിരുന്നു. അത് സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു ദിവസം ഇങ്ങനത്തെ സിയിൽ ഒരു ട്രേഡ് എടുക്കുന്ന നേരത്ത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 പോയിന്റ് ആണ് നമ്മളുടെ ടാർഗറ്റ്. 30 പോയിന്റിൽ വെയിറ്റ് ചെയ്യുന്നത് അത്ര യുക്തിയല്ല. അപ്പൊ 50% ഓഫ് ദ ടാർഗറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ട് പോവാം, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് ഇതിന്ന് എക്സിറ്റ് പ്രോഫിറ്റിൽ എക്സിറ്റ് അടിക്കുക. ഇപ്പോൾ 9:37 ഇൻഡെക്സിൽ നമ്മളുടെ കട്ടായി. ഇതന്നെ സ്ട്രൈക്കിൽ എന്താ സംഭവിക്കുന്നത്? 25,900 CE ആണ് സ്ട്രൈക്ക്. പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആവുന്നു. ഓപ്പൺ ആയ നേരത്ത് ഈ സ്ട്രൈക്കിൽ ടേബിൾ എന്താ റീഡ് ചെയ്യുന്നത്? എല്ലാം ബാരിഷ് ആണ്. അതിൽ ഇപ്പം ഒരു ലാസ്റ്റ് ക്യാൻഡിലിൽ മാത്രമേ ഉള്ളൂ വോളിയം ഗ്രീൻ ആയത്. അതുവരെ വോളിയവും ഗ്രീൻ അല്ല. കണ്ടോ? വോളിയം ഗ്രീൻ വരുന്നേരത്തുണ്ടെങ്കിൽ പോലും അപ്പം തന്നെ അത് ബാരിഷും ബുള്ളിഷും ആയിട്ട് മാറി കളിക്കുന്നുണ്ട്. അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നില്ല. ഗ്രീൻ വന്ന് റെഡായി, റെഡ് വന്ന് ഗ്രീനായി. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷ് ആണ്. POC ഇടക്ക് ബുള്ളിഷ് ആവും, ഇടക്ക് ബാരിഷ് ആവും. മാർക്കറ്റ് സൈഡ് വേസ് തന്നെയാണ് കാട്ടുന്നത്. സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് വളരെ വീക്കാണ്. മേലെ 2 റെഡും 1 ഗ്രീനേ ഉള്ളൂ. സ്കോർ 3-0 3-1 എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. ഇനി 9:29 നമ്മൾ ഇൻഡെക്സിൽ വന്ന സ്ട്രൈക്ക്, ഇൻഡെക്സിൽ ആൽഫ കാൻഡിലിന്റെ സിഗ്നൽ
ഇൻഡെക്സിൽ വന്ന സമയം 9:29, ക്യാൻഡിൽ 9:30 ക്ലോസ് ആയി. അതേ സിഗ്നൽ ഇവിടെ 9:29 വന്നിട്ട് 9:30 ക്ലോസ് ആവുന്ന നേരത്ത് ഉള്ള ബൈ പ്രൈസ് എത്രയാ? 147 ബൈ പ്രൈസ്. ടാർഗറ്റ് എത്രയാ? 165. സ്റ്റോപ്പ് ലോസ് 129. നമുക്ക് ഇൻഡെക്സിൽ ഇത് എക്സിക്യൂട്ട് ആയത് 9:37 സ്ട്രൈക്കിലും അതേപോലെ 31, 32, 33, 34, 35, 36 ഇല്ല, ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടില്ല. 36 കഴിഞ്ഞ് 36 കഴിഞ്ഞിട്ടുള്ള ക്യാൻഡിൽ 37 ഈ ബൈ പ്രൈസ് കട്ടാവുന്നത്. 37 ബൈ പ്രൈസ് കട്ടായി നിൽക്കുന്ന നേരത്ത് ഇവിടെ വോളിയം 1 വന്നിട്ടുണ്ട്. 1 വോളിയം ഫ്ലിക്കർ ആയിന്ന് മാത്രമേ ഉള്ളൂ, ബിൽഡ് ആയിട്ടില്ല. അത് സസ്റ്റെയിൻ ആവുന്നില്ല. ടാർഗറ്റിലേക്ക് ഉള്ള പോക്ക് അത്ര സുരക്ഷിത അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാതാ. ഇവിടെ 1 പിന്നെയും ഗ്രീനായി, പിന്നെയും റെഡായി. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷ് എന്ന് പറയുന്നുണ്ട്, മാർക്കറ്റ് സൈഡ് വേസ് തന്നെയാണ് കാട്ടുന്നത്. സിഗ്നലിന്റെ സ്ട്രെങ്ത് മീഡിയം തന്നെയാണ്. അപ്പോഴും ഇപ്പം നമ്മൾ വാങ്ങിയത് 147, നമ്മളുടെ ടാർഗറ്റ് 165. ഒരു 10 to 12 rupees കയറി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇടുക, അല്ലെങ്കിൽ എക്സിറ്റ് അടിക്കുക. ഇന്ന് ഈ ട്രേഡ് എത്ര വരെ പോയി? 160-65. ഇതാണ് ഹയസ്റ്റ്. 160-65 വരെയാണെന്നാണ് ഇത് പോയത്. ചെക്ക് ചെയ്യാം നമുക്ക്. അതെ, 160.65 വരെയാണ്. അതെ, 160.65 വരെ ഇത് പോയിട്ടുള്ളൂ. 165 നമ്മുടെ ടാർഗറ്റ്. 160-65 വരെ പോയിട്ടുള്ളൂ. ഈ പോകുന്ന നേരത്ത് ഇവിടെ ഇപ്പൊ ഓളിയും കാട്ടുന്നുണ്ട്, ബുള്ളിഷ് കാട്ടുന്നുണ്ട്. പക്ഷെ മാർക്കറ്റ് സൈഡ് വൈസ് ആണ്, സിഗ്നലിന് സ്ട്രെങ്ത് ഇല്ല. സ്ട്രൈക്ക് വാച്ച് ചെയ്യുന്നതോട് അതിന്റെ കൂടെ തന്നെ ഇൻഡെക്സിലെ ടേബിളും കൂടെ വാച്ച് ചെയ്യണോ? തീർച്ചയായിട്ടും. അങ്ങനെ വാച്ച് ചെയ്താൽ നമുക്ക് റീഡ് ചെയ്യാൻ വളരെ എളുപ്പം. മനസ്സിലായി? നമ്മളെ സ്ട്രൈക്കും ഇൻഡെക്സും കൂടി ഒന്നായിട്ട് വാച്ച് ചെയ്യുന്ന നേരത്ത് മാറി മാറി വാച്ച് ചെയ്താൽ നമുക്കത് റീഡ് ചെയ്യാൻ എളുപ്പമാവും. ഇപ്പം ഇത് 37 ക്യാൻഡിൽ, 38 ക്യാൻഡിൽ. 38 ക്യാൻഡിൽ ഇവിടെ വോളിയം ഇവിടെ ഇപ്പോഴും ബിൽഡ് ആയിട്ടില്ല ഇൻഡെക്സിൽ. നേരെ മറിച്ചിട്ട് സ്ട്രൈക്കിൽ അത് ബിൽഡ് ആയത് കാട്ടുന്നുണ്ട്. ഇത് ഇവിടെ ബിൽഡ് ആണെങ്കിൽ ഇവിടെയും ഗ്രീൻ ആയിരിക്കണം, എന്നാലാണ് ടാർഗറ്റിലേക്ക് അച്ചീവ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ടാർഗറ്റ് ഹിറ്റ് ആവുക. ഇവിടെ ഇപ്പോ ഇൻഡെക്സിൽ ഓളിയില്ല, സ്ട്രൈക്കിൽ ഓളിയുണ്ട്. ഇൻഡെക്സിൽ ഇത് ബുള്ളിഷാണ്, മാർക്കറ്റ് സൈഡ് വേസ് ആണ്, സ്ട്രെങ്ത് മീഡിയ ആണ്. ഇതന്നെ സ്ട്രൈക്കിലും മീഡിയ ആണ്, സൈഡ് വേസ് ആണ്, ബുള്ളിഷ് ആണ്. ഓളിയം കാട്ടുന്നുണ്ട്. ഓളിയം സ്ട്രൈക്കിൽ കാട്ടുന്നുണ്ട്, പക്ഷെ ഇത് നിലനിൽക്കണം. ഇപ്പോൾ ഉള്ള ക്യാൻഡിലിൽ ഇത് നിലനിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിലും ഇത് നിലനിൽക്കുകയാണെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ആവും. പക്ഷെ നെക്സ്റ്റ് ക്യാൻഡിൽ വരുമ്പോഴേക്ക് അവിടെ വോളിയം ഡ്രോപ്പ് വന്ന് കണ്ടോ, അവിടെ ഒരു ഓപ്ഷൻ റെഡായി, പിന്നെ ഗ്രീനായി, പിന്നെയും റെഡായി. കണ്ടോ, അത് മാറി. അവിടെ ഗ്രീന് നിലനിൽക്കണം, നിലനിൽക്കുന്നില്ല. നിലനിൽക്കാത്ത അത്ര നേരം ഇത് റിസ്കിയാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ വാങ്ങിയ പ്രൈസിൻ്റെ കാട്ടി ഇന്ന് പ്രീമിയം കൂടുതലായതുകൊണ്ട് 10 to 12 rupees എത്തുന്ന നേരത്ത് എക്സിറ്റ് അടിക്കുക, അല്ലെങ്കിൽ വാങ്ങിയ കോസ്റ്റ് കൊണ്ടുപോയിട്ട് ഇടാം. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമുക്ക് ലോസ് ഇല്ല. അല്ലെങ്കിൽ വാങ്ങിയ പ്രൈസിൽ നിന്ന് നമ്മളുടെ കമ്മീഷനും ഹിഡൻ കോസ്റ്റ്, GST, STT എന്നൊക്കെ പറയുന്ന ഹിഡൻ കോസ്റ്റും കവർ ചെയ്ത് കഴിയുന്ന ഒരു പ്രൈസ് കൊണ്ടുപോയിട്ട് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കുക. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാന കാരണം ഓളിയില്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ഇല്ല, സിഗ്നൽ വളരെ വീക്കാണ്. മാർക്കറ്റ് സൈഡ് വേസും ബാരിഷാണ് കളിക്കുന്നത്. ഇത്ര നേരം മാർക്കറ്റ് കളിച്ചിട്ടും ഇത് സ്ട്രെങ്ത് കാട്ടിയിട്ടില്ല. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, എല്ലാം ബാരിഷാണ്. ഈ സിഗ്നലിന് സ്ട്രെങ്ത് ഇല്ല. ഇവിടെ മൊമെന്റം കിട്ടിയില്ല ഇവിടുന്ന്. അപ്പം ഇങ്ങനത്തെ നേരത്ത് കഴിയുന്നത് രണ്ടും മാറി മാറി ഇട്ട് നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ രണ്ടും നോക്കാൻ പറ്റും. രണ്ടും നോക്കിയാൽ കൂടുതൽ ജഡ്ജ്മെന്റ് കൂടുതൽ ശരിയാവും. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ കണ്ടോ, ഇവിടെ പിന്നെ ഓളിയം ബിൽഡ് ആവുന്നില്ല. ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു മാർക്കറ്റിൽ. പൊതുവെ ഈ ആൽഫ സിഗ്നൽ വന്നാൽ 31-ലോ 32-ലോ 33-ലോ ഇത് ടാർഗറ്റ് കയറിയിട്ട് ഹിറ്റാവും. 33-ൽ ഇത് ഓർഡർ എക്സിക്യൂട്ട് ആവും. രണ്ടാമത്തെയോ മൂന്നാമത്തെ ക്യാൻഡിലിൽ ടാർഗറ്റ് ഹിറ്റ് ആവാറാണ് ഉണ്ടാവുക.
അത് നമുക്ക് ബാക്ക് ഡേറ്റ് എടുത്ത് നോക്കിയാൽ വേണിച്ചാൽ കാണാം. ഓക്കെ. ബാക്ക് ഡേറ്റിൽ ഏതെങ്കിലും നോക്കിയാൽ ഇന്നലെ അങ്ങനെ സംഭവിച്ചിട്ടില്ല, അതിന് മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്യാൻഡിൽ തേർഡ് ക്യാൻഡിലിനുള്ളിൽ വരികയാണെന്നുണ്ടെങ്കിലാണ് അത് വളരെ എഫക്റ്റീവ്, വളരെ പെട്ടെന്ന് ടാർഗറ്റ്. കാരണം സെക്കൻഡ് ക്യാൻഡിലേക്ക് എത്തണം, പെട്ടെന്ന് തന്നെ ബൈ ലെവലിൽ എത്തിയാൽ എളുപ്പമാണ്. അതല്ല ലേറ്റ് ആയിട്ടാണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ ടാർഗറ്റിനുള്ള സാധ്യത ലേറ്റ് ആവും. ഒന്ന്, 2, 3, 4, 5, 6, 7ാമത്തെ മിനിറ്റിലാണ് ഇത് എത്തിയത്. ടാർഗറ്റ് ഹിറ്റായി, പക്ഷെ പിന്നെയും ബൗൺസ് ബാക്ക് ഉണ്ട്, പിന്നെയും താഴ്ത്തു വന്ന് പിന്നെയും ബൗൺസ് ബാക്ക് നടക്കുന്നുണ്ട്, പിന്നെയും ഹിറ്റായി പിന്നെയും ബൗൺസ് ബാക്ക് നടക്കുന്നുണ്ട്. ഉണ്ടോ? ഇത് 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. പലപ്പോഴും ഇത് വന്ന് ടാർഗറ്റ് ഹിറ്റ് ആവുന്നുണ്ട്, പക്ഷെ അവിടുന്ന് അങ്ങോട്ടേക്ക് കൂടുതൽ മൊമെന്റ് ഇല്ല. ആ ടാർഗറ്റിൽ തന്നെ ബുക്ക് ചെയ്ത് പോകണം നമ്മൾ. വോളിയം ഇമ്പോർട്ടന്റ്, കാരണം ഇവിടെ വോളിയം കുറവാണ്. ഓക്കെ സർ. ഓക്കെ, റൈറ്റ്.